വടക്കൻ്റെ അടുത്ത കുടുംബ യോഗത്തിന്റെ ക്രിസ്മസ് പുതുവത്സര വേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി നമ്മുടെ കുടുംബയോഗത്തിന്റെ ഏറ്റവും പ്രധാന പ്രവർത്തകനായിരിക്കുന്ന കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തോമസ് കെ ജോൺ കൊട്ടക്കാട് ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പൗർവമറ്റം വടക്കൻ്റെ അടുത്ത് കുടുംബയോഗത്തിന്റെ സഹോദര കുടുംബമാണ് പൗർവമറ്റം താഴമൺ കുടുംബയോഗം. ആ കുടുംബയോഗത്തിൽപ്പെട്ട ആളാണ് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ചാക്കോ സാറിനെ ഹാർദവമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മുടെ കുടുംബയോഗത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോണച്ചാനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഈ വേദി എന്തുകൊണ്ടും പ്രസക്തമെന്ന് പറയുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. കുടുംബമായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ അച്ഛൻചാന്റെ മോനാണ് വിംഗ് കമാൻഡർ സച്ചിൻ ജോണിനെ പ്രത്യേകിച്ച് ഞങ്ങൾ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബയോഗത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒരാളാണ് പ്രത്യേകിച്ച് നമ്മുടെ കേണൽ PMIT. അദ്ദേഹം മൈക്ക് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് ഇതിന്റെ കലാപരിപാടികൾക്കൊക്കെ വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്ത് കഷ്ടപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേണൽ PMITനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മുടെ ഏത് പരിപാടിയുടെയും ആദ്യം ഒരു ഗാനത്തോടു കൂടിയാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് വടക്കൻ്റെ കുടുംബയോഗത്തിന്റെ പോയതിന് ഓക്കം ഹോളി പീപ്പിൾ എന്ന പാട്ട് പാടാനായിട്ട് ക്ഷണിച്ചു. ദൈവമേ, സ്വർഗീയ പരമപിതാവാം ദൈവമേ, ഈ സായനവേളയിൽ അടിയങ്ങൾക്ക് കുടുംബയോഗമായിട്ട് ക്രിസ്മസ് പുതുവത്സര സുദിനത്തിൽ കർത്താവെ അടിയങ്ങൾക്ക് വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും വടക്കൻ്റെ അടുത്ത് പൗർവമറ്റം കുടുംബത്തിലെ എൻ്റെ സഹോദരങ്ങളെ, ആദ്യമായിട്ടാണ് ഈ ഒരു സംരംഭത്തിന് നമ്മൾ ഒരുങ്ങിയത്. നമ്മുടെ കുടുംബവും ഏതാണ്ട് ഒരു സ്ട്രെച്ച് നോക്കിയാൽ 44 വർഷമായി. അതിനു മുമ്പ് നിർത്തുന്നതിന് മുമ്പ് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ചരിത്രങ്ങൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് എത്ര വർഷമെന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല. പക്ഷേ 44 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി നമ്മുടെ ഉണ്ട്. അങ്ങനെ വന്ന ഈ കുടുംബയോഗം മറ്റ് പല പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം ആദ്യമായിട്ടാണ് നടത്തുന്നത്. ഒത്തിരി സങ്കോചം ഉണ്ടായിരുന്നു. ഇത് സക്സസ്ഫുൾ ആകുമോ, എത്ര പേര് ഇതിൽ വരും? കാരണം ക്രിസ്മസ് അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാ പള്ളികളിലും പ്രോഗ്രാം, എല്ലാ ക്ലബുകളുടെയും പ്രോഗ്രാം, കല്യാണങ്ങളുടെ ബഹളം. അപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് ഈ സായം സന്ധ്യയിൽ എത്ര പേര് വന്ന് പങ്കെടുക്കും എന്നൊരു സങ്കോചം ഉണ്ടായിരുന്നെങ്കിലും ജെയിംസിനെ പോലുള്ള KM ജോൺ സാറിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞു, ഇല്ല പ്രസിഡന്റ് നടക്കും, നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും നമ്മുടെ പൂർവ്വപിതാവ് ഉമ്മനപ്പച്ചൻ കുറവലങ്ങാട്ട് നിന്ന് കോഴഞ്ചേരിയിൽ വന്ന് കോഴഞ്ചേരി വടക്കന്തോടത്ത് കുടുംബത്ത് താമസിച്ചു. അദ്ദേഹത്തിന് 7 മക്കളുണ്ടായിരുന്നു. ആ 7 മക്കളിൽ ഈ കഴിഞ്ഞൊക്കെ എന്നോട് എല്ലാവരും പറഞ്ഞിനി മൂപ്പനുസരിച്ച് പറയണം. എനിക്ക് അതാ പിടികിട്ട്, അതായി കൺഫ്യൂഷൻ വരുന്നത്. ഈ
ഓർത്തിരിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും മൂത്ത മോനായിരുന്നു കൊട്ടക്കാട്ടത്ത്, രണ്ടാമത്തേത് എട്ടത്തില്, മൂന്നാമത്തേത് മഠത്തില് പാമ്പാക്കോട്ടാണ്. പാമ്പാക്കോട്ട്, നാലാമത് മുല്ലശ്ശേരി, അഞ്ചാമത് ചേന്നാട്ട്, ആറാമത് കോരട്ടൂർ, ഏഴാമത് വടക്കൻ്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു ഞാൻ തെറ്റ് പറ്റിയില്ല. ഈ വിധത്തിലാണ് അതിൻ്റെ സീരിയസ്. ഇങ്ങനെ 7 കുടുംബങ്ങളിലായിട്ടാണ് വടക്കൻ്റെ അടുത്ത് കുടുംബം വ്യാപിച്ച് കിടക്കുന്നത്. ഇന്ന് 6 കുടുംബം ഒന്നിച്ചാണ്. ചേന്നാട്ട് കുടുംബത്തിൻ്റെ സെപ്പറേറ്റ് കുടുംബയോഗമുണ്ട്. അത് പടശ്ശേരിക്കര കോട്ടയത്തായിട്ട് അവർ പ്രവർത്തിക്കുന്നു. അച്ഛനുമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സംസാരിച്ചിരുന്നു, അതിൻ്റെ പ്രസിഡന്റ് അച്ഛനുമായിട്ട്. അപ്പം അതുമായിട്ടൊരു ബന്ധം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു ശക്തിയുള്ള കുടുംബമായിട്ട് നമുക്ക് ഈ ട്രാവാങ്കൂർ ഏരിയയിൽ ഓരോ മറ്റത്തെ ഒരു ശക്തിയുള്ള കുടുംബമായിട്ട് ദേശക്കാർക്കും ലോകർക്കും എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു കുടുംബയോഗമായിട്ട് പോകാൻ എല്ലാവർക്കും നന്മയേറിയ ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ഞാൻ രാഹുലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് പല പ്രാവശ്യം മെസ്സേജുകളും അഭിനന്ദനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇദ്ദേഹത്തെ നേരിട്ട് കാണുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടി. അതുകൊണ്ട് ഈ രാഹുലിനെ ഞാൻ ചേർത്ത് പിടിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു പൊന്നുമുത്താണ്. He would be an asset for this Bangaloresho family. That is the great reference which I can give to you. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഹിന്ദി പറഞ്ഞാൽ ഇത് പട്ടാക്കായ, ബിൽക്കുൽ പട്ടാക്കായ. छोटा पैकेट बड़ा धमाका. സന്തോഷം പോലെ ഈ ഒരു അവസരത്തില് ഞങ്ങളെ എല്ലാവർക്കും നിന്നെ ഒന്ന് കാണാനുള്ള ഒരു അവസരം ലഭിച്ചു. അതിൽ ഞങ്ങളൊക്കെ കൃതാർത്ഥരാണ്. മുന്നോട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ എല്ലാ സംരംഭങ്ങളിലും ഈ ദൈവം നിന്റെ കൂടെ നിന്നെ കൂടുതൽ ഉന്നതങ്ങളിലോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. എല്ലാ ആശംസകളും നേരുന്നു. God bless you all. Wish you a happy new year. Okay, all the best. ഇത്ര നേരം നടന്ന പ്രോഗ്രാം I think we need to give big round of applause. Clap. Okay, so my name is Rahul John Aju. ഞാൻ തോമസ് ജോൺ അപ്പച്ചയുടെ ഗ്രാൻഡ്സൺ ആണ്. ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. ഓക്കെ, അപ്പച്ചയുടെ ഗ്രാൻഡ്സൺ ആണ്. സാറാമ്മ ജോണിന് ഗ്രാൻഡ്സൺ ആണ്. ആൻഡ് റീസൺ അപ്പച്ച എൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, ഇത്ര ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ബേസിക്കലി ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ കേട്ട് കാണും. സോ ഇൻട്രസ്റ്റഡ് ദാറ്റ് നിങ്ങൾ AI കിഡ് ഓഫ് ഇന്ത്യ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ എൻ്റെ പേരെ കാണുന്നത്. സോ AI എന്താണെന്ന് ഐ ആക്ച്വലി ടെൽ യു ഗൈസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചത്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മനുഷ്യന്മാർ ഉണ്ടാക്കിയ ഒരു സാധനം അല്ലേ? അല്ലേ? ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്റലിജൻസ് ഉണ്ടോ? ഇല്ല ഗൈസ്. ബേസിക്കലി ഒരു സാധനം പഠിച്ചിട്ട് ആ സാധനം ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പൊ ബേസിക്കലി മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു ബുദ്ധി, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ നിങ്ങൾ AI ഉപയോഗിക്കാറുണ്ടോ? ചാറ്റ് കേട്ടിട്ടുണ്ടോ? അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞത്. ബട്ട് ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞുതരാം. ഐ നോ ദാറ്റ് എവരിവൺ ഹിയർ യൂസസ് AI. എക്സാമ്പിൾ, എല്ലാവരും യൂട്യൂബ് കാണാറില്ല ഇല്ലേ? എത്ര പേർക്ക് യൂട്യൂബ് കാണാറുണ്ട്? ഓക്കെ, എല്ലാവരും കാണുമായിരിക്കും.
സോ യൂട്യൂബിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോസ് ഇപ്പൊ എന്റെ യൂട്യൂബ് പറഞ്ഞാൽ എന്താ കാണുന്നതെന്ന് അറിയാമോ? മിക്കം AI വീഡിയോസ് ആയിരിക്കും. കാരണം എനിക്ക് AI ഇൻട്രസ്റ്റ് ആയതുകൊണ്ട്. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങൾക്കൊരു അക്കാഡമി ഉണ്ട്, തിങ്ക്രാഫ്റ്റ് അക്കാഡമി എന്ന് പറഞ്ഞാൽ ഓവർ 5 lakhs ആൾക്കാർ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും ഈവൻ 70-year-olds to 50-year-olds ഫ്രം സിംബാബ്വെ ടു US എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് AI പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ പഠിക്കാം, ഫ്രീയാണ്. ഐ മീൻ ദ റീസൺ ഐ എം ഡൂയിങ് ഇറ്റ് ഇസ് ബിക്കോസ് ഫോർ ഇന്ത്യ ടു ഗ്രോ കമ്പയർ, ഇപ്പം ചൈനയിൽ AI ഉണ്ട്, US-ലുണ്ട്, ഇന്ത്യക്ക് AI വെച്ച് ഗ്രോ ചെയ്യണമെങ്കിൽ ആൾക്കാർക്ക് അതിൻ്റെ കാര്യം അറിഞ്ഞാലേ പറ്റൂ. സോ ഈവൻ ഇഫ് യു ആർ റിട്ടയർഡ്, ഈവൻ ഇഫ് യു ആർ ഡൂയിങ് ഒരു എംപ്ലോയി ആണെങ്കിൽ, ഈവൻ ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, യു ഷുഡ് ലേൺ അബൌട്ട് AI ആൻഡ് ദ ബെസ്റ്റ് വേ ഇസ് ഫ്രം യൂട്യൂബ് എനിവെയർ. ബട്ട് ഐ വുഡ് സേ എൻ്റെ കോഴ്സ് ഞാനത് പ്രൊമോട്ട് ചെയ്യണമല്ലോ. സോ നിങ്ങൾക്ക് AI കാര്യം പഠിക്കണമെങ്കിൽ ഇഫ് യു ഗോ ടു യൂട്യൂബിലാണെങ്കിലും റാവുൽസ് AI അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും, തിങ്ക്രാഫ്റ്റ് അക്കാഡമി. സോ ഒരു 5 ലക്ഷം ആൾക്കാർ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഗ്രഹം ഉണ്ടെങ്കിൽ AI പഠിക്കണമെങ്കിൽ അവിടെ നിന്ന് പഠിക്കാം. അതുകൊണ്ട് താങ്ക് യു. മുന്നേ തന്നെ ക്രിസ്മസ് മെസ്സേജ് എന്നുള്ള അതിനേക്കാൾ കൂടുതൽ ഒരു കുടുംബ സംഗമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരിക്കലും ഇത്രയും കൊച്ചു കുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു 4 വയസ്സുള്ള കുഞ്ഞ് മുതൽ ഒരു 80 വയസ്സ് ഓണം വരുന്ന ആളുകൾ വരെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാപ്പി ക്രിസ്മസ് ഒരു പാട്ട് പാടണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇന്നലെ തൊട്ട് രാത്രി ഉറങ്ങിയില്ല. ഭാര്യ പറയും അവിടെ ഉറങ്ങുക, എവിടെ പോവാ അവിടെ ഉറങ്ങുന്നു, കളിയാക്കുക. ഞാൻ രാത്രി ഇരുന്ന് ട്രൈ ചെയ്യുന്നു. പാട്ടുകാരൻ യേശുദാസിന്റെ കൊണ്ട് പാടത്തില്ല, ശകലം അതിൽ കുറഞ്ഞേ പാടാനുള്ളത്. അത് ക്ഷമിക്കണം. കരായിലെ കല്യാണ നാളിൽ കൽപ്പരങ്ങിലെ വെള്ളം മുന്തിരിവീര, കനായിലെ കല്യാണ നാളിൽ കൽപ്പരങ്ങിലെ വെള്ളം മുന്തിരിവീര.
ചിമ്മി മിന്നും താരകങ്ങളോടും സ്നേഹഗാഥയായിതാ മണ്ണിൽ വന്നുദിച്ച പൊന്നിൽ സൂര്യനാളമേറ്റും പൊൻപ്രഭാതമായിതാ. പിന്നെ ഏതൊരു പ്രോഗ്രാം നല്ല ഭംഗിയാകണമെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ നോക്കി ചെയ്യുമ്പോഴാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരും ഇത് വന്ന് സഹകരിച്ചു. അവരുടെ സഹകരണം കൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അവരുടെ സ്നേഹം അറിയിച്ചുകൊള്ളു. കർത്താവെ ഞങ്ങൾക്ക് വടക്കിൻ്റെ പാടി കർത്താവിൻ്റെ വിവാഹത്തോടെ കൂടി വരുവാനും കർത്താവെ ഞങ്ങൾക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിപ്പാനൊക്കെ സഹായിച്ചവരുടെ തോന്നിച്ചു. കർത്താവ് പല ഭാഗങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടി കർത്താവിനെ